ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അനേക വർഷങ്ങൾക്ക് മുൻപ് ദൈവം അബ്രാമിനെ വിളിച്ച് തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഉറപ്പ് നൽകിയ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മെ വിളിക്കുന്നു. നമ്മുടെ ഭാവിയെക്കുറിച്ച് അവിടുന്ന് നമുക്ക് ഉറപ്പ് നൽകുന്നു. ഭയപ്പെടാൻ ഒന്നുമില്ല, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അബ്രാഹത്തിനെ വിളിച്ച കർത്താവ് ഇന്നും ജീവിക്കുന്നു. അബ്രാമിനെ വിളിച്ച് അബ്രഹാമാക്കി സകല ജനതകൾക്കും പിതാവാക്കി മാറ്റിയ ദൈവം ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് നിന്നെയും എന്നെയും ഈ രാത്രിയിൽ വിളിക്കുന്നു. മകനെ, മകളെ, ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് അവിടുത്തെ സന്നിധിയിൽ അബ്രാമിനെ പോലെ നമുക്കും വിശ്വസ്തയോടെ ദൈവസ്വരം കേൾക്കുന്നതിനും അത് അനുസരിക്കുന്നതിനും നമുക്കും സാധിക്കട്ടെ. ഈ രാത്രിയിൽ നമ്മെ അലട്ടുന്ന ഭയവും വേദനയും വിഷമങ്ങളും ഉത്കണ്ഠകളും ഭാരവും ദുഃഖവും എല്ലാം കർത്താവിന് സമർപ്പിക്കുക. നിങ്ങളുടെ നിസ്സഹായതയെ കർത്താവിൻ്റെ ശക്തമായ കരങ്ങളിൽ സമർപ്പിക്കുക. ഈ രാത്രിയിൽ കർത്താവെ, എല്ലാ ദുഃഖവും വേദനയും മറന്ന് കർത്താവിൽ, അവൻ്റെ വചനത്തിൽ, അവൻ്റെ വിശ്വസ്തതയിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച്, അവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആവശ്യങ്ങളെല്ലാം കർത്താവ് നടത്തിത്തരാൻ പോകുന്നു. വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെഖേമിൽ മൊറേയയുടെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു. കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അവിടുന്ന് മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്ന ദൈവമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന വ്യക്തിയാണ് എന്ന് ഇതിലൂടെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് നൽകുന്ന എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കപ്പെടും എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് അബ്രാമിന് അങ്ങയെ തന്നെ വെളിപ്പെടുത്തുകയും അനുഗ്രഹം നിറഞ്ഞ ഒരു ഭാവിയെക്കുറിച്ച് അബ്രാമിന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തതുപോലെ ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. ഞങ്ങളുടെ അനിശ്ചിതത്വങ്ങളുടെ നടുവിൽ ഞങ്ങൾ ഭയപ്പെടുമ്പോൾ ഞങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതികൾ എത്രയോ വലുതാണെന്ന് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി ബോധ്യപ്പെടുത്തി തരണമേ. കർത്താവേ, എൻ്റെ വഴികൾ അവ്യക്തമായി തോന്നുമ്പോൾ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന
അങ്ങ് എനിക്കായി ഒരുക്കി വച്ചിരിക്കുന്ന അവകാശങ്ങളെ നേടിയെടുക്കാൻ അങ്ങ് എന്നെ സഹായിക്കുന്നു എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം അങ്ങ് എന്നെ സഹായിക്കണമേ. ദൈവമേ, അബ്രാമിനെ പോലെ വിശ്വാസത്തോടും അനുസരണത്തോടും കൂടി അങ്ങയുടെ സ്വരം കേട്ട് പ്രതികരിക്കുവാൻ ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ നീ ശക്തിപ്പെടുത്തണമേ, മനസ്സിനെ നീ ധൈര്യപ്പെടുത്തണമേ. കർത്താവേ, അബ്രാമിനുണ്ടായ ആ ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ നൽകണമേ. കർത്താവേ, എൻ്റെ ഭവനം, കുടുംബം നിൻ്റെ നാമം ആദരിക്കുകയും നിൻ്റെ സമാധാനം വസിക്കുകയും നിൻ്റെ വാഗ്ദാനങ്ങൾ എല്ലാ ദിവസവും ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പുണ്യഭവനമാക്കി മാറ്റണമേ. കർത്താവേ, ഇന്ന് രാത്രി ഞാൻ എൻ്റെ ആശങ്കകളും എൻ്റെ ഭാരങ്ങളും ഉത്തരം ലഭിക്കാത്ത എൻ്റെ ചോദ്യങ്ങളും നിൻ്റെ സ്നേഹനിർഭരമായ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, അബ്രാത്തെ പോലെ അങ്ങ് എൻ്റെ മുൻപിൽ നടക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി അങ്ങ് ഒരു ദേശം തന്നെ ഒരുക്കുകയും പുതിയ വാതിലുകൾ തുറക്കുകയും നിൻ്റെ അനുഗ്രഹ സമൃദ്ധിയിലേക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ. അബ്രാത്തെ പോലെ കാത്തിരിക്കാനുള്ള ക്ഷമയും നിൻ്റെ വാഗ്ദാനങ്ങൾ എന്നിൽ പൂർത്തീകരിക്കുന്നതുവരെ വിശ്വസ്തയോടെ നിൻ്റെ മുൻപിൽ നടക്കാനുമുള്ള ധൈര്യവും കൃപയും എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബത്തെയും ഭവനത്തെയും വസ്തുവകകളെയും നിൻ്റെ ദിവ്യ സംരക്ഷണത്താൽ പൊതിയണമേ. നിൻ്റെ ശക്തരായ ദൂതന്മാർ ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും ഈ രാത്രിയിൽ കാവൽ നിൽക്കട്ടെ. കർത്താവേ, എൻ്റെ മനസ്സിൽ നിന്ന് ഭയവും ഉത്കണ്ഠയും ഹൃദയഭാരവും ദുഃഖവും നീക്കം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സമാധാനത്താൽ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ. ഈ രാത്രി എൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം നൽകണമേ. നാളെ ഞാൻ ഉണരുമ്പോൾ കർത്താവേ, അങ്ങ് എനിക്കായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ദേശത്ത് നടക്കാൻ തയ്യാറാകുന്ന ഒരു പുതിയ വിശ്വാസത്തോടെ എഴുന്നേൽക്കുവാൻ എന്നെ സഹായിക്കണമേ. നിൻ്റെ സ്നേഹത്തിലും വാഗ്ദാനത്തിലും വിശ്വസിച്ച് ഉറങ്ങാനും രാവിലെ ഉണർന്നെഴുന്നേൽക്കാനും കർത്താവേ, അങ്ങ് എന്നെ സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ പേരുപേരായി ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നീ സാധിച്ചു കൊടുക്കണമേ. ദൈവമേ, ഈ മക്കളുടെ ആഗ്രഹങ്ങൾക്കുമേൽ നീ ഈ രാത്രിയിൽ ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നാളത്തെ പ്രഭാതം എല്ലാം കൊണ്ടും ഐശ്വര്യം നിറഞ്ഞതാകട്ടെ. സമാധാനവും സന്തോഷവും ഈ ലോകമെമ്പാടും നിറയുന്നതായി ഞങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ ലോകത്തെ നിറയ്ക്കണമേ. സർവഭൂമിയെയും കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കരുണയോട് നീ കാത്തുകൊള്ളണമേ. നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന എല്ലാ മക്കളെയും മടികൂടാതെ പഠിക്കാൻ കൃപ കൊടുക്കണമേ. കർത്താവേ, പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ദൈവിക ബുദ്ധിയും ജ്ഞാനവും അറിവും വിവേകവും നൽകി പഠിക്കാനുള്ള മനസ്സ് നൽകി മടിയും അലസതയും മാറ്റി അവർ ഉത്തരവാദിത്വത്തോടെ പഠനത്തെ സ്വീകരിക്കുവാൻ, പഠിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്ക് കൃപ കൊടുക്കണമേ. ഈ രാത്രിയിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നടുവിനു വേദന, കൈകാലുകളുടെ വേദന, ശരീരമാസകലം വേദനയും നീർക്കെട്ടും ഉള്ള ഓരോരുത്തരെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ആശുപത്രിയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൽ ഒത്തിരി ദുരിതത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നാളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തെ മാറ്റി നിന്നിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ അബ്രാം നിന്നിൽ വിശ്വസിച്ചതുപോലെ ഞങ്ങളും നിന്നിൽ വിശ്വസിക്കേണ്ടതിന് നല്ലൊരു ഹൃദയം നൽകി, മനസ്സ് നൽകി അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾക്കെല്ലാവർക്കും സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുനാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. അനുഗ്രഹം ലഭിക്കുവാൻ, ദൈവത്തിൻ്റെ ആശീർവാദം ലഭിക്കുവാൻ, അനുഗ്രഹം ലഭിക്കുവാൻ, ദൈവത്തിൻ്റെ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുവാൻ അമ്മേ മാതാവേ, ഞങ്ങളെ ഒരുക്കുന്നതിനു വേണ്ടി നീ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും സമാധാനവും സൗഖ്യവും ആരോഗ്യവും നൽകി ഈ രാത്രിയിൽ അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിച്ച് സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.